കുട്ടികളെ നമസ്കാരം. മതാർത്ഥനായിട്ടുള്ള രോഗി, അയാളെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ട ലക്ഷണങ്ങൾ അത് പറഞ്ഞു തരികയാണ് ഉറവങ്കര. അത് 55-ാമത്തെ ശ്ലോകത്തിലും അവരുടെ പ്രവൃത്തികൾ ആണ് കാണിച്ചു തരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, കർത്താവിനെ കണ്ടെത്താൻ ക്രിയ നോക്കിയാൽ മതി എന്നുള്ളത്. അതുപോലെ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകം ഒന്ന് ചൊല്ലാം. തനിക്കു തോന്നുന്നതു ചെയ്യും ഓതും നിനയ്ക്കും ഏറ്റം മതരോഗിയായാൽ കനക്കവേ വന്നൊരു സന്നിപാതപ്പനിക്കുമില്ലീ വിധ ദോഷകോപം. ഇതിൻ്റെ അന്വയം നോക്കാം. ഏറ്റം മതരോഗിയായാൽ അയാൾ തനിക്ക് തോന്നുന്നത് ചെയ്യും, തനിക്ക് തോന്നുന്നത് ഓതും, തനിക്ക് തോന്നുന്നത് നിനയ്ക്കും. കനക്കവേ വന്ന ഒരു സന്നിപാതപ്പനിക്കും ഈ വിധ ദോഷകോപം ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം ഏകദേശം നോക്കാം. ഏറ്റവും അധികം, വളരെ അർത്ഥം. അപ്പോൾ ഏറ്റവും മതരോഗിയായാൽ, ഏറ്റവും അത്യധികം മതം വന്ന് നിറഞ്ഞ ഉള്ള ആളായി കഴിഞ്ഞാൽ ആണ് ഏറ്റവും അയാൾ തനിക്ക് തോന്നുന്നത്, ഇന്നത് ചെയ്യാന്നില്ല എന്നർത്ഥം. എന്താ തോന്നിച്ചാൽ അതങ്ങോട്ട് ചെയ്യും. പിന്നെ എന്താ തോന്നിച്ചാൽ അത് പറയും. പിന്നെ മനസ്സിൽ ഓരോന്നിങ്ങനെ തോന്നിയത് നനച്ചുകൊണ്ടിരിക്കും. അതിനൊരു തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വിചാരിക്കണതാവില്ല പറയുക, പറയണതാവില്ല പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ വരും. ഉദാഹരണത്തിന് ഉമാകേരളത്തിലെ ഒരു ശ്ലോകമുണ്ട്. നാവോതിടുന്നത് കരം തുടരുന്നതുൾ അങ്ങുൾപ്പൂവോർത്തിടുന്നതിവമൊന്നിനുമൈക്യമെന്നേ ആവോളം അത്ര മനുജാധമനോമമാപ്തൻ ആവോ കലിക്കുടയ വൈഭവമാരു കണ്ടു. നാവ് കൊണ്ട് പറയണത്, കൈ കൊണ്ട് ചെയ്യണത്, മനസ്സുകൊണ്ട് ഓർക്കണത്, ഈ മൂന്നിനും ഒരു ഐക്യമില്ല. പറഞ്ഞാൽ അവർ തമ്മിലൊരു ബന്ധമില്ല. പറയണതല്ല പ്രവർത്തിക്കുക, വിചാരിക്കണതല്ല പറയുക. അതുപോലെ ഇതിനും ഒരു ഐക്യമില്ല, തമ്മിലൊരു ബന്ധമില്ലാതെ കണ്ടാണ് അങ്ങനെ. അതാണ് മനുജാധമൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മത്ത് കയറിയ ആളും മതം കയറിയിട്ടുള്ള ആള് ഒരു മനുജാധമൻ ആണ് ഏകദേശം എന്ന് ഒരു ധാരണ നമുക്ക് ഉണ്ടാവും. എന്നിട്ട് കവി പറയുകയാണ്, കനക്കവേ വന്ന, കനക്ക എന്ന് പറഞ്ഞാൽ തടിച്ചു വളരുക, മഴ കനത്തു എന്ന് പറയില്ലേ, അല്ല ഭാരം തൂങ്ങുക, നല്ല ഇടതൂർന്നുള്ള മേഘങ്ങൾ വന്ന് നിറയുക, അതാണ്. അതുപോലെ കനക്കവേ വന്നൊരു സന്നിപാതപ്പനി. സന്നിപാതം, പനി പല വിധത്തിലും വരും. വാത പിത്ത കഫങ്ങൾ ക്ഷയിക്കുക അല്ലെങ്കിൽ വർദ്ധിക്കുക രണ്ടായാലും ഉണ്ടാവും. പിത്തജ്വരമുണ്ട്, വാതജ്വരമുണ്ട്, കഫജ്വരമുണ്ട്. സന്നിപാതം ഒരുമിച്ചുള്ള പതനം. അപ്പോൾ ഇത് കൂടിയ കുറേയൊക്കെ ആയിട്ട് നല്ല പല വിധത്തിലുള്ള പനിയിൽ ഒന്നാണ് സന്നിപാതം. അത് ശക്തിയായുള്ളതാണ്. അത് വന്നു പെട്ടാൽ, പനി വന്നാൽ നമുക്കറിയാം ദേഹത്തിൽ ഊഷ്മാവ് കൂടും, ചൂട് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ തലച്ചോറ് വേണ്ട വിധത്തിൽ പറയില്ല. അപ്പോൾ ഓരോന്ന് പിച്ചും പേയും പറയണ മാതിരി തോന്നിയത് പരസ്പര ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നല്ല ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഈ വാത പിത്ത കഫങ്ങളുടെ ദോഷം അത് കോപിച്ചാൽ, വാദം കോപിച്ചാൽ, പിത്തം കോപിച്ചാൽ എന്നൊക്കെ ഈ വൈദ്യശാസ്ത്രത്തിൽ പറയും. അതുപോലെ ഈ സന്നിവാതം വന്നു കഴിഞ്ഞാൽ അയാൾ
തോന്നിയത് പറയും, തോന്നിയത് കാട്ടും, തോന്നിയത് വിചാരിക്കും, അതൊക്കെ വരും. അതിനേക്കാളിക്കും മീതെയാണത് എന്നാണ്. കനക്കവേ വന്നൊരു സന്നിപാതപ്പനിക്കുമില്ല ഈ വിധ ദോഷകോപം. ഇത്ര അപകടത്തില്ല സന്നിപാതത്തിന്. അതിലും അധികമാണ് ഈ മദം എന്നുള്ള രോഗം കൊണ്ട് വിഷമിക്കുന്ന ആർത്തനായിട്ടിരിക്കുന്ന രോഗിയുടെ കഥ അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ മതം ഉള്ള ആളെ കണ്ടുപിടിക്കാൻ ഇതുമാതിരി വാക്കും പ്രവൃത്തിയും തമ്മിലൊക്കെ ഒരു ബന്ധമില്ലാത്ത ആളെ കണ്ടാൽ നമുക്ക് മതം ഉള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ മതം വരാതിരിക്കാനുള്ള ഈ രോഗത്തിനുള്ള ഒരു കുത്തിവെപ്പാണ് അദ്ദേഹം ഈ ശ്ലോകം വഴി നടത്തുന്ന കുട്ടികളെ നമ്മളുടെ മേലിൽ. അപ്പോൾ ഈ ശ്ലോകം അർത്ഥം മനസ്സിലാക്കി പഠിച്ചു വച്ചാൽ, അതിൻ്റെ കാര്യകാരണ സഹിതം മനസ്സിലാക്കി വച്ചാൽ പിന്നെ മതം എന്നുള്ള രോഗം ഉണ്ടാവില്ല. അത് പലതുമില്ല. കുട്ടിക്കാലത്ത് പല ഇഞ്ചക്ഷനും ചെയ്യും ഇന്ന രോഗം വരാതിരിക്കാൻ. അതുപോലുള്ള ഈ ശ്ലോകങ്ങൾ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ആണെന്ന് കണക്കാക്കി ശ്ലോകം പഠിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തനിക്കു തോന്നുന്നതു ചെയ്യും ഓതും നിനയ്ക്കും ഏറ്റം മദരോഗിയായാൽ കനക്കവേ വന്നൊരു സന്നിപാതപ്പനിക്കുമില്ലീ വിധ ദോഷകോപം. അടുത്ത ശ്ലോകം അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.